അപ്പോൾ ശരിക്കും അടുക്കളയിലെ ഓർഗനൈസ്ഡ് കേപ്പബിലിറ്റീസ് എല്ലാം നമ്മൾ പറയണമെങ്കിൽ പോലും ഒരുവിധം എന്തുവാണ് കുട്ടികൾക്കും അതെ എല്ലാവരും ഇപ്പം എന്തെങ്കിലും ഒരു കത്തിരി വേണം എന്ന് പറഞ്ഞ ആൾക്കാർ തപ്പാൻ വരുന്നത് നേരെ അടുക്കളയിലോട്ടാണ്. കത്തി വേണം എന്ന് പറഞ്ഞ് തപ്പാൻ വരുന്ന അടുക്കളയിലോട്ടാണ്. ശരിക്കും പറഞ്ഞാൽ വളരെ കെയർഫുൾ ആയിരിക്കണം നമ്മൾ അടുക്കളയിലെ കാര്യങ്ങൾ വെച്ച്. അതായത് ഇപ്പൊ നൈഫുകളൊക്കെ ഇങ്ങനെ അതിന്റെ ഷാർപ്പ് ഭാഗം പുറത്ത് കാണാതെ നൈഫുകൾ ഒരു ഗ്രൂവിനകത്തേക്ക് കുത്തി വെക്കാവുന്ന ഓട്ടകൾക്കകത്തേക്ക് കുത്തി വെക്കാവുന്ന മെഷേഴ്സ് ഒക്കെ ഉണ്ട്. ഇതൊക്കെയാണ് ശരിക്കും ഒരു അടുക്കളയുടെ സേഫ്റ്റി എന്ന് പറയുന്നത്. പക്ഷെ എന്നാൽ പണ്ട് കാലത്ത് ഇങ്ങനെയൊന്നും ഇല്ലാതിരുന്നിട്ടും നമ്മുടെ വീട്ടമ്മമാർ വളരെ ശ്രദ്ധയോടുകൂടി ഇത്തരം കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ട് വെക്കാൻ ഓരോരോ ഒളിച്ച സ്ഥലങ്ങളുണ്ട്. അതുപോലെ പണ്ടത്തെ വീടുകളിൽ ഉറി തൂക്കിയേക്കുന്നത് അതൊക്കെ ഇപ്പൊ ഓർമ്മയായിട്ട് മാറിയല്ലേ? ഇന്നിപ്പോ എവിടെയും കാണാനില്ല. എന്തിനാ ഉരുളിയും മമ്മിയും പോലും ഇപ്പൊ കാണാൻ. അതെ, ഉരല് അതൊന്നുമില്ല അല്ലേ? എന്താണേലും ആ ഓർമ്മകളിൽ നമുക്ക് അടുത്ത സെഗ്മെന്റ് കണ്ടിട്ട് വരാം. അടുത്ത സെഗ്മെന്റ് പ്രണവം. നമസ്കാരം. ജ്യോതിഷത്തിന്റെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ ശ്രീ സുഭാഷ് തന്ത്രികളാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. സർ, കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ജന്മനക്ഷത്ര കല്ലുകളെ കുറിച്ച് സംസാരിച്ചിരുന്നു. അപ്പോൾ അത് പലർക്കും പലതരത്തിലുള്ള സംശയങ്ങൾ പിന്നീടും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ജന്മനക്ഷത്ര കല്ലുകൾ ഉപയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്, അത് ഉപയോഗിക്കേണ്ടതുണ്ടോ, ഓരോ നക്ഷത്രക്കാർക്കും ഏതൊക്കെ കല്ലുകളാണ് ഉപയോഗിക്കേണ്ടത്, ഇത്തരം കാര്യങ്ങളൊന്ന് സംസാരിക്കാമോ സർ? നമ്മൾ മുൻപ് പല എപ്പിസോഡുകളിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ ജന്മനക്ഷത്ര കല്ലുകൾ ധരിക്കുമ്പോൾ അതിൻ്റെ ഗുണഗണങ്ങളും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഓരോ നക്ഷത്രക്കാർക്ക് വേണ്ട ജന്മനക്ഷത്ര കല്ലുകളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെ നമുക്ക് ആദ്യമായിട്ട് ജന്മനക്ഷത്ര കല്ലിലേക്ക് വരുമ്പോൾ അശ്വതി മകം മൂലം അല്ലെങ്കിൽ നമുക്ക് കാർത്തിക ഉത്തരം ഉത്രാടം സൂര്യൻ്റെ ദശയിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ കാർത്തിക ഉത്തരം ഉത്രാടം ചേർന്ന സൂര്യദശയിലുള്ളവർക്ക് അല്ലെങ്കിൽ സൂര്യദശ കടന്നു പോകുന്നവർക്ക്, ഈ ദശയിൽ ജനിച്ചവർക്ക് മാത്രമല്ല സൂര്യദശ കടന്നു പോകുന്നവർക്ക് അല്ലെങ്കിൽ സൂര്യദശയിൽ ജനിച്ചവർക്കുള്ള കല്ല് മാണിക്യമാണ് സൂര്യദശയുടെ കല്ല്. അപ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കുക, മാണിക്യം എന്നാൽ ഒറിജിനൽ മാണിക്യം തന്നെ വേണം, അത് നാഗമാണിക്യം വേണം. അപ്പോൾ ഈ ഒറിജിനൽ നാഗമാണിക്യം പണ്ട് കാലങ്ങളിൽ അപൂർവമായിട്ടുള്ള പ്രസിദ്ധങ്ങളായ വീടുകളിലോ ഭവനങ്ങളിലോ അല്ലെങ്കിൽ രാജാക്കന്മാർക്ക് അങ്ങനെ മാത്രം ലഭിച്ചിരുന്ന ഒരു ദ്രവ്യമാണ്. അപ്പോൾ നാഗമാണിക്യം കിട്ടാമെന്ന് പറഞ്ഞാൽ അത്ര ഭാഗ്യമുള്ളവർക്ക് മാത്രമേ ഇത് കിട്ടുള്ളൂ. ഈ കിട്ടുന്നവരൊന്നും മറ്റുള്ളവർക്ക് കൊടുക്കില്ല. അപ്പോൾ ഈ നാഗമാണിക്യം എന്നുള്ള സംഭവം നമ്മളതിനെ റെഫർ ചെയ്യുന്നില്ല. കാരണം ഒറിജിനൽ നാഗമാണിക്യം ഇന്ന് കിട്ടാനില്ല. ഒറിജിനൽ നാഗമാണിക്യത്തിന് പകരം വല്ല ഡ്യൂപ്ലിക്കേറ്റ് സാധനമൊക്കെ ധരിച്ചു കഴിഞ്ഞാൽ വിപരീത ഫലം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പിന്നെ നമുക്ക് വലിയ സദസ്സുകളിലൊക്കെ ചെന്ന് ഈ കല്ലൊക്കെ ധരിച്ച് വലിയ ഗമ കാണിക്കണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ആ സമയത്തേക്ക് വേണമെങ്കിൽ അങ്ങനെ ധരിക്കാം. അല്ലാതെ കണ്ട് ഈ കല്ലുകളൊക്കെ ഇങ്ങനെയുള്ള നാഗമാണിക്യം കിട്ടേണ്ടതിന് പകരം കണ്ണി കണ്ട മാണിക്യം കിട്ടിയിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. അപ്പോൾ നാഗമാണിക്യം കിട്ടാനില്ലാത്തൊരു വസ്തുവാണ് ഈ സൂര്യദശയുടെ കല്ല് എന്ന് പറയുന്ന നാഗമാണിക്യം നമുക്ക് കിട്ടില്ല. അപ്പോൾ കിട്ടാന്ന് പറഞ്ഞാൽ അപൂർവമായിട്ട് അത് ഈ സർപ്പം അത് മുകളിലേക്ക് സൂര്യനിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന സമയത്ത് അതിൻ്റെ തലയിലുള്ള നാഗമാണിക്യം പൊഴിച്ചിട്ട് അങ്ങനെയുള്ള കിട്ടുന്നതെന്നാണ് അതിൻ്റെ കഥ പറയുന്നത്. അപ്പോൾ ഈ നാഗമാണിക്യം എന്ന് പറയുന്ന സാധനം നമ്മൾ കിട്ടില്ല എന്ന് തന്നെ പറയുന്നുള്ളൂ. അപൂർവമായിട്ട് ഇപ്പം എൻ്റെ അടുത്ത് ഈ പ്രോഗ്രാം കടന്നു പോയപ്പോൾ ഒരാൾ അയാൾക്ക് ഒറിജിനൽ നാഗമാണിക്യം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് നമ്മളുടെ അടുത്ത് കൊണ്ട് നോക്കി ഇത് രാശി വെച്ച് നോക്കാൻ പറഞ്ഞ സത്യമാണെന്ന്. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ തന്നെ പറഞ്ഞു ഇതൊന്നും ഒറിജിനലല്ല. അപ്പോൾ മുമ്പ് അങ്ങേര് ഒരു 10-15 കൊല്ലം മുമ്പ് കിട്ടിയ കാലത്ത് വലിയൊരു വിദ്വാൻ്റെ അടുത്തുകൊണ്ട് നോക്കിയപ്പോൾ ആ ക്ഷേത്രത്തിലേക്ക് വേണ്ടി സംഭാവന ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞത് ഒറിജിനലാണ്, പക്ഷേ ക്ഷേത്രത്തിലേക്ക് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് കുടിയിരുത്താനുള്ള ചൈതന്യം അവിടെ ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പറയുന്നത് ഒറിജിനലൊന്നുമല്ല, ഇത് ഒറിജിനലാണെന്ന് അങ്ങേർക്ക് ബോധ്യം ഉണ്ടായിരുന്നെങ്കിൽ അത് അങ്ങേരെ ഏതെങ്കിലും രീതിയിലൂടെ നിങ്ങളുടെ നിന്ന് വാങ്ങിച്ചെടുക്കുമായിരുന്നു പറഞ്ഞു. ഏതെങ്കിലും ബുദ്ധി ഉപയോഗിച്ച് അയാൾ വാങ്ങിക്കും. അപ്പോൾ അത് അയാൾക്ക് ചിലപ്പോൾ ബോധ്യപ്പെട്ടുണ്ടാവും, അല്ലെങ്കിൽ നോക്കാനുള്ള കഴിവുണ്ടാവില്ല. എന്തായാലും സാധനം ഒറിജിനൽ അങ്ങേരെ അന്ന് ആ കാലഘട്ടത്തിൽ വലിയൊരു എമൗണ്ട് കൊടുത്താണ് അത് വാങ്ങിച്ചത്. അപ്പോൾ നാഗമാണിക്കൊക്കെ ഒറിജിനൽ ഉണ്ടെന്ന് പറഞ്ഞ് വരുമ്പോൾ നമ്മൾ വിചാരിക്കുക ഈ ഒറിജിനൽ സാധനം നമുക്ക് തരേണ്ട കാര്യമില്ല, അവൻ്റെ വീട്ടിൽ വെച്ചാൽ തന്നെ ആ കിട്ടിയ ആൾക്ക് ധനം കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും ഒറിജിനൽ ഉണ്ടെന്ന് പറഞ്ഞ് വിശ്വസിച്ച് പിന്നാലെ പോകേണ്ട, നാഗമാണിക്യം ഒറിജിനൽ കിട്ടില്ല, നമ്മളതിനെ സജസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അടുത്ത കല്ല് വരുന്നത് ചന്ദ്രദശയുടെ കല്ലാണ്. ആ ചന്ദ്രദശയുടെ എന്ന് പറഞ്ഞാൽ രോഹിണി അത്തം തിരുവോണം നക്ഷത്രം ആ ജനിച്ചവർക്കും ആ ദശാകാലം കടന്നു പോകുന്നവർക്കൊക്കെ അതിൻ്റെ കല്ല് തന്നെയാണ്. മുത്ത് ആണ് അതിൻ്റെ കല്ല്, മുത്ത്. അപ്പോൾ മുത്തൊക്കെ ഇഷ്ടംപോലെ കിട്ടാനുണ്ട്, കാരണം വലിയ വിലയൊന്നുമില്ല. അപ്പോൾ അത് ധരിച്ചാൽ വേണമെന്നുണ്ടെങ്കിൽ ധരിക്കാം. കാരണം നമ്മളൊരു കല്ലും ധരിക്കാൻ പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കല്ലിന് പോറലോ പൊട്ടലൊക്കെ വന്നു കഴിഞ്ഞാൽ ഗുണത്തേക്കാളേറെ ദോഷം സംഭവിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ശ്രീകൃഷ്ണ ജ്യോതിഷാലയം കല്ല് ധാരണത്തിനെതിരാന്ന് പറയാൻ കാരണം ഇതൊക്കെ പരിപാലിച്ച് അതിൻ്റെ രീതിയിൽ കൊണ്ടുനടന്നാൽ മാത്രമേ അതിന് ഗുണം കിട്ടുള്ളൂ. ഈ ഗുണം എന്ന് പറഞ്ഞാൽ വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല. ആകെ 100
ഫലം കിട്ടുന്നതിന് ഒരു ഫലം മാത്രമേ ഉള്ളൂ, ആകെ ഒരു ഫലം. അപ്പോൾ ചിന്തിക്കുക, നമ്മളെപ്പോഴും ഇതിനു മുമ്പ് പല എപ്പിസോഡുകളിലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ വേണ്ടാത്ത കല്ലിൻ്റെ ഒക്കെ പിന്നാലെ പോണേലും ഭേദം ഒരു സ്വർണ്ണ മോതിരം അണിവിരലിൽ, മോതിരവിരലിൽ മാത്രം ധരിച്ചാൽ മതി. സ്ത്രീ ആയാലും പുരുഷനായാലും വലത് കൈയുടെ അണിവിരലിൽ സ്വർണ്ണമോതിരം ധരിച്ചു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ മോതിരധാരണം, കല്ല് ധാരണത്തിൻ്റെ 10 ഇരട്ടി ഫലം കിട്ടും. കാരണം നമ്മളുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന ഒരു വിരലാണ് ഈ അണിവിരൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ അണിവിരൽ ഇപ്പോൾ കുട്ടികൾക്ക് മറ്റേ വിദ്യ കൊടുക്കുന്ന സമയത്ത് ആദ്യമായിട്ട് ആദ്യാക്ഷരം കുറിക്കുമ്പോഴൊക്കെ കുട്ടികളുടെ അണിവിരൽ കൊണ്ടാണ് എഴുതിക്കേണ്ടത്. അപ്പോൾ അതാണ് ഈ അണിവിരലിൻ്റെ പ്രാധാന്യം അതാണ്. അപ്പോൾ അണിവിരലിൻ്റെ പ്രാധാന്യം അതുള്ളതുകൊണ്ടാണ് അണിവിരലിൽ മോതിരം ധരിക്കാൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ധരിക്കണമെന്നുള്ളവർക്ക്, ഈ മുത്ത് ധരിക്കണമെന്നുള്ളവർക്ക് മുത്ത് ധരിക്കാം. ചന്ദ്രൻ്റെ ദശാകാലത്തിൽ മുത്ത് ധരിക്കാം. പിന്നെ അടുത്ത ദശാനാഥൻ ചൊവ്വയാണ്. അപ്പോൾ ചൊവ്വയുടെ നക്ഷത്രങ്ങൾ മകയിരം, ചിത്തിര, അവിട്ടമാണ്. അപ്പോൾ ആ ദശയിൽ ജനിച്ചവർക്കെന്ന് പറഞ്ഞാൽ റണ്ണിങ് പോണവർക്ക് മാത്രം. അപ്പോൾ ജനിച്ച് ആ ദശ പോണവർക്ക് വേണമെങ്കിൽ ചെമ്പവിഴം, അതാണ് അതിൻ്റെ കല്ല്, ചെമ്പവിഴം വേണമെങ്കിൽ ധരിക്കാം. നമ്മളെപ്പോഴും പറയുന്നത് വേണ്ടാന്ന് തന്നെ പറയുന്നത്. പിന്നെ ചിലർ എന്നാലും വിളിച്ചിട്ട് ഞങ്ങളുടെ കല്ല് അതാണോ ഇതാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ളൊരു ഉത്തരവാണ്. നമ്മളെ സംബന്ധിച്ച് ഈ കല്ലൊന്നും വേണ്ടാന്ന് തന്നെ പറയുള്ളൂ. അതിൻ്റെ കാരണം പറയാൻ കാരണം, എൻ്റെ അടുത്ത് ബുധദശയുടെ കല്ല് ധരിച്ച ബുധദശ റണ്ണിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം 1,40,000 രൂപ അടുത്താണ് ആ കല്ല് ധരിച്ചിരുന്നത്. അപ്പോൾ പൂജാതി കർമ്മത്തിന് വന്നപ്പോൾ ഞാൻ ചോദിച്ചത് കല്ല് ധരിച്ചിട്ട് വല്ല ഗുണമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാം, അങ്ങേര് കല്ല് ധരിച്ച് വല്ല ഗുണമുണ്ടായിരുന്നു പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞാൽ യാതൊരു കാര്യമില്ല. അപ്പോൾ ഇത് ചിന്തിക്കാവുന്നൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ ആളോട് ചോദിച്ചത് ധരിച്ചിട്ട് വല്ല ഗുണമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടായില്ല, അതുകൊണ്ട് സാറിൻ്റെ അടുത്ത് വരാൻ കാരണം, പൂജയ്ക്കൊക്കെ വരാൻ കാരണം. അപ്പോൾ ഇത് മനസ്സിലാക്കുക, 1,40,000 രൂപയുടെ കല്ല് ആൾ ധരിച്ചാണ്ടായിരുന്നു. അപ്പോൾ എന്താ ഒരു ഗുണം എന്ന് വെച്ചാൽ, ഈ 1,40,000 രൂപ എൻ്റെ കയ്യിലുണ്ട് എന്നൊരു വിശ്വാസം. എന്നാൽ ഇത് കൊണ്ടു കൊടുത്താൽ 1000 രൂപ പോലും കടയിൽ നിന്ന് തിരിച്ച് കിട്ടില്ല. അപ്പോൾ സത്യമുണ്ടോ? അല്ല, സത്യം ഉണ്ടെങ്കിൽ ഈ സാധനത്തിന് വാങ്ങിക്കാമല്ലോ. അപ്പോൾ പലരും സർട്ടിഫിക്കറ്റൊക്കെ തരും, എല്ലാ കല്ലും ഒറിജിനലാണ്, എൻ്റെ സ്ഥാപനം ഗവൺമെൻറ് അംഗീകൃതമാണ്, എല്ലാ ഏജൻസി അംഗീകരിച്ചാണെന്നൊക്കെ പറയും. പക്ഷേ ഈ സാധനം തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരാൾക്കും വേണ്ട. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, പണ്ട് കാലങ്ങളിൽ ഈ കല്ലുകളെല്ലാം, രാജഭരണ കാലഘട്ടത്തിൽ ഈ കല്ലുകളെല്ലാം ക്രയവിക്രയം ചെയ്യുമായിരുന്നു. രത്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രയവിക്രയം ചെയ്യും. അതായത് ഈ രത്നം കൊടുത്തു കഴിഞ്ഞാൽ വേറൊരാൾ വാങ്ങിയിട്ട് ആ പൈസ തിരിച്ചു തരും. അങ്ങനെ ആ കാലഘട്ടത്തിൽ ഈ ഒറിജിനൽ കല്ലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രയവിക്രയം ചെയ്യുമായിരുന്നു. അപ്പോൾ എന്തായിരുന്നു കാരണം? അതെല്ലാം ഒറിജിനലായിരുന്നു. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇത് ഒറിജിനലാണ്, ഇവർക്ക് വാങ്ങുന്നതിന് എന്താ കുഴപ്പം? സ്വർണം വാങ്ങുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉപയോഗിക്കാം അല്ലേ? അപ്പോൾ ഇത് ഒറിജിനൽ അല്ലാത്തതുകൊണ്ടുള്ള ഇവർ വാങ്ങാത്തത്. അപ്പോൾ നമ്മൾ പറയുന്നത്, അതുകൊണ്ട് തന്നെ പറയുന്നത്, ഈ കല്ലിൻ്റെ പിന്നാലെ പോയി നമ്മുടെ ജീവിതം കല്ലാക്കി കളയണ്ട. നമുക്കിപ്പോൾ 1,40,000 കൊടുത്ത് ഗോമേതകം ഒറിജിനൽ വാങ്ങിച്ചിട്ടിട്ട് പ്രത്യേകിച്ച് ഫലമൊന്നും ഉണ്ടായില്ല. പിന്നെ അതുമല്ല, അതിൻ്റെ വേറൊരു വിചിത്ര ഭാവം, ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു പ്രാവശ്യം മോതിരം, ഇത്തിരി വലിയ കല്ലാണ്, മോതിരം താഴെ വീണപ്പോൾ കല്ല് പൊട്ടിപ്പോയി. ഉടനെ വാങ്ങിച്ച, ഗൾഫിൽ തന്നെ വെച്ച് വാങ്ങിയതാണ്, രത്നവ്യാപാരിയുടെ അടുത്ത് ചെന്ന് ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ അയാൾ അതിന് പകരം വേറെ കല്ല് കൊടുത്തു. അപ്പോൾ ചിന്തിക്കാവുന്നതാണ്, ഈ പകരം കല്ല് കൊടുത്തു എന്ന് പറയുമ്പോൾ ഇത്രയും വില കൂടിയൊരു സാധനം പൊട്ടിപ്പോയി, നമ്മളുടെ അശ്രദ്ധ കൊണ്ട് പൊട്ടിപ്പോയിട്ട് വേറെ മാറി കൊടുക്കാമെന്ന് പറയുമ്പോൾ ഒരാളങ്ങനെ കൊടുക്കുമോ? കൊടുക്കില്ല. അപ്പോൾ ഇതെല്ലാം ഈ കല്ലിൻ്റെ പിന്നാലെയൊക്കെ പോയി കഴിഞ്ഞാൽ കാശ് പോകാമെന്നല്ലാതെ കണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് പറയാനുള്ളൂ. എന്നിരുന്നാലും ചൊവ്വാദേശ കടന്നു പോകുമ്പോൾ അവർക്ക് കല്ല് ധരിക്കണമെന്നുണ്ടെങ്കിൽ ചെമ്പവിഴമാണ് അതിൻ്റെ കല്ല്, അത് വേണമെങ്കിൽ ധരിക്കാം. നമ്മൾ സജസ്റ്റ് ചെയ്യുന്നില്ല, കാരണം പലരും ഇങ്ങനെ വിളിച്ചിട്ട് ആ കല്ല് വേണോ ഈ കല്ല് വേണോ എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ളൊരു മറുപടി പറയുന്നതാണ്. പിന്നെ അടുത്ത കല്ല് വരുന്നത് രാഹുർദശയുടെ കല്ലാണ്. രാഹുർദശ എന്ന് പറയുമ്പോൾ തിരുവാതിര, ചോതി, ചതയം, അതാണ് 18 വർഷമാണ് രാഹുർദശാകാലം. ഇപ്പോൾ രാഹുർദശ കടന്നു പോകുമ്പോഴാണ് അങ്ങനെ കല്ല് ധരിക്കണമെന്നുള്ളവർക്ക് ധരിക്കേണ്ടത്. അതിൻ്റെ കല്ല് ഗോമേതകമാണ്. ഗോമേതകം എന്നുള്ളൊരു കല്ല് വാങ്ങാൻ കിട്ടും, അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ. രാഹുർദശയുടെ കല്ല് ഗോമേതകമാണ്. പിന്നെ അത് കഴിഞ്ഞ് വരുന്നത് വ്യാഴദശയാണ്. ഇപ്പോൾ വ്യാഴദശയുടെ കല്ല് എന്ന് പറഞ്ഞാൽ മഞ്ഞ പുഷ്യരാഗമാണ്. മഞ്ഞ പുഷ്യരാഗം. അപ്പോൾ അതും വാങ്ങാൻ കിട്ടുന്ന കല്ല് തന്നെയാണ്. അങ്ങനെ അത്ര കണ്ട് വിലയൊന്നുമില്ല. ഒരു 3 ക്യാരറ്റിന് ഇപ്പോഴത്തെ രീതിയിലൊക്കെ ഒരു 9,000 രൂപ അങ്ങനെയൊക്കെ വരാൻ, ചിലപ്പോൾ 7,000, പലയിടത്തും പല ചാർജസാണ്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ പറയുന്നത്, മുമ്പ് ഈ കല്ലിനൊക്കെ വളരെ വില കുറവായിരുന്നു, ഇപ്പോഴൊക്കെ കല്ലിനൊക്കെ വളരെ റേറ്റായി. അപ്പോൾ പിന്നെ ഇതിലൊക്കെ ഒരുപാട് തട്ടിപ്പ് നടക്കുന്നുണ്ട്. ഞാനത് പറയാൻ കാരണം, നമുക്ക് തമിഴ്നാട് ബന്ധങ്ങളുണ്ട്. അപ്പോൾ തമിഴ്നാട് കടയിൽ എല്ലാ സാധനങ്ങളും വാങ്ങാൻ കിട്ടും. അപ്പോൾ ഒരു പ്രാവശ്യം ആളോട് ഞാൻ ഈ കല്ലിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു, ഇവിടെ എല്ലാ കല്ലും ഒറിജിനലാണ്, അപ്പോൾ വന്ന് വാങ്ങിച്ചൊക്കെ പോകാറുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ച ആളോട്, ഈ കല്ലുകളിൽ ഏറ്റവും കൂടുതൽ വില ഉള്ളത് വജ്രത്തിനാണ്. അതുകൂടാതെ അടുത്ത സ്റ്റെപ്പ് വരുന്നത് മരതകപ്പച്ചയാണ്, ബുധൻ്റെ കല്ല് മരതകപ്പച്ചയാണ്. അപ്പോൾ ആളോട് മരതകപ്പച്ച ഉണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. 3 കാരറ്റിന് എത്രയാവുന്നു, 3 കാരറ്റിൻ്റെ കല്ലിന് എത്രയാവുമെന്ന് ചോദിച്ചു. ആൾ ഉടനെ പറഞ്ഞു അതിനൊരു 10-12,000 രൂപയാവുമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ചോദിച്ചു 12,000 രൂപയ്ക്ക് അന്ന് 3 കാരറ്റ് തരുമെന്ന് ചോദിച്ചു. ഉടനെ ആൾ പറഞ്ഞു ഇല്ല 20,000 രൂപയാവുമെന്ന് പറഞ്ഞു. റേറ്റ് മാറി. എന്നാൽ 20,000 രൂപയ്ക്ക് തരുമെന്ന് ചോദിച്ചു. ഇല്ലെന്ന് 30 ആവുമെന്ന് പറഞ്ഞു.
ഞാൻ ശരിക്കും ചോദിച്ചു, നിങ്ങൾ ഈ ഒറിജിനൽ മരുതപ്പച്ച അതിൻ്റെ റേറ്റ് അറിയോ, കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് റേറ്റ് അറിഞ്ഞൂടാ. അപ്പോൾ ഒറിജിനൽ വേണം നിർബന്ധം പിടിച്ചാൽ ഞാൻ അതിൻ്റെ ഒറിജിനലുള്ള ആളായിട്ട് സംസാരിച്ച് വരുത്തും, അപ്പോഴേ റേറ്റ് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിത് മരുതപ്പച്ചയുടെ റേറ്റ് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞിട്ട് മനസ്സിലായി ഇദ്ദേഹത്തിനെ കുറിച്ച് അറിഞ്ഞുകൂടാ. ആളുടെ കയ്യിൽ എല്ലാ വിധത്തിലുള്ള കല്ലുണ്ട്, മാലകളുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ എന്താ സംഭവം, ഇതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് സാധനമാണ്. അവിടെ പിന്നെ ഒരു പ്രത്യേകത ഉണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് വില കൊടുത്താൽ മതി. 50 രൂപയാണെങ്കിൽ 50 രൂപ കൊടുത്താൽ മതി, 100 ആണെങ്കിൽ 100 കൊടുത്താൽ മതി, 150 ആണെങ്കിൽ 150, അല്ലെങ്കിൽ 300. വിശ്വാസത്തിന്റെ പുറത്ത് കല്ല് ധരിക്കാം, പക്ഷേ അതിനൊക്കെ ചെറിയ റേറ്റ് ഉണ്ടാവുള്ളൂ. അതായത് ഈ പറഞ്ഞ മഞ്ഞപുഷ്യരാഗം അതേപോലെ ഏത് കല്ലുവാണെങ്കിലും അവർ തരും. പക്ഷേ അവിടെ റേറ്റ്, തമിഴ്നാട്ടിലൊരു പ്രത്യേകത, അവിടെ ഇതിൻ്റെ എല്ലാം റേറ്റ് 100, 150, 50, 200, 300 അല്ലെങ്കിൽ 500 അത്രയും റേറ്റ് വരെ പോവുള്ളൂ. ഇവിടെ വരുമ്പോൾ ഇതൊന്നുമല്ല, ഈ സാധനം എല്ലാം ഒറിജിനലാവും, ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് തരും, കമ്പ്യൂട്ടർ സർട്ടിഫിക്കറ്റ് ആയിരുന്നത്. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് ആവും. അപ്പോൾ ഇതിൻ്റെ ക്യാരറ്റൊക്കെ മാറും. ഈ ക്യാരറ്റൊക്കെ മാറിക്കഴിയുമ്പോൾ അതിന് 10,000 ആവും, 30,000 ആവും, 50,000 ആവും. അങ്ങനെ മഞ്ഞപുഷ്യരാഗം പോലും 3 ക്യാരറ്റ് 50,000 രൂപയ്ക്ക് വാങ്ങിച്ച ആളുകൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്, മനസ്സിലായോ? അപ്പോൾ ഇവർ വരണമെന്ന്, അപ്പോൾ ഈ ഇത്രയും രൂപയ്ക്ക് ഇത് വാങ്ങിച്ചിട്ട് പിന്നെ ഗുണം, അപ്പോൾ യാതൊരു ഗുണമില്ല, ഈ കൊടുത്തോട്ട് ഒറിജിനലും അല്ല. അപ്പോൾ ഇത് മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള കല്ലുകൾ നമ്മൾ എപ്പോഴും പറയുന്നത് അതിൻ്റെ ദശാനാഥൻ്റെ കല്ല് മാത്രമേ പറയുന്നുള്ളൂ, അല്ലാതെ ധരിക്കാൻ ഞാൻ ഒരിക്കലും പറയുന്നില്ല. അപ്പം ഈ മഞ്ഞപുഷ്യരാഗത്തിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത്. മഞ്ഞപുഷ്യരാഗം ധരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, മഞ്ഞപുഷ്യരാഗം ഒറിജിനലാണ് കിട്ടുന്നത്, അത് ഒറിജിനൽ കിട്ടാനും ഉണ്ട്. അങ്ങനെ ഓവർ വിലയൊന്നുമില്ല, ഒരു ലിമിറ്റ് വിലയുള്ളൂ. പിന്നെ നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, കല്ലുകളൊക്കെ ധരിക്കുമ്പോൾ അതിന് പോറലോ പൊട്ടലൊന്നും വരാൻ പാടില്ല, അതിന് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മൾ പറയുന്നത് പരമാവധി നിങ്ങൾ കല്ലുകൾ ധരിക്കാതിരിക്കുക. നിങ്ങൾക്ക് അത് സ്വർണ്ണമായിട്ട് നിങ്ങളുടെ കയ്യിൽ സ്വർണ്ണമോതിരം ധരിക്കാം. അപ്പോൾ എന്താ ഒരു ഗുണമുള്ളതെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു സമയത്ത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നേരിട്ടാൽ ആ സ്വർണ്ണം കൊണ്ടുപോയി പണയം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്ത് സാമ്പത്തികം കയ്യിലേക്ക് വരും. അതനുസരിച്ച് ജീവിതത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുത്താൻ സാധിക്കും. അതുകൊണ്ട് ശ്രീകൃഷ്ണ ജ്യോതിഷാലയം ഒരു കല്ലുകളെയും അംഗീകരിക്കുന്നില്ല എന്ന് ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കല്ലുകളെക്കുറിച്ച് തുടരാം. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളാണ് ഇവിടെ പ്രണവത്തിലൂടെ ചർച്ച ചെയ്യുന്നത്. നിങ്ങളുടെ സംശയങ്ങൾക്ക് ടെലിഫോണിലൂടെ മറുപടി നൽകുന്നതല്ല, സംശയങ്ങൾ കത്തുകളായി അയയ്ക്കുക. കത്തുകൾ അയക്കേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ, ലേഡീസ് അവർ, കൗമുദി TV, പേട്ട, തിരുവനന്തപുരം. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം. അപ്പോൾ വീണ പറഞ്ഞ പോലെ തന്നെ അമ്മിക്കല്ലും മാട്ടുകല്ലും എന്തിന് നമ്മുടെ പഴയ ഉരലും എല്ലാം പഴങ്കഥയാവുന്ന ഒരു കാലമാണ്. എന്തിന് ഈ പണ്ട് വാഴക്കൊലയല്ലേ കൊണ്ടുവന്ന് തൂക്കിയിരുന്ന അതിന്റെ ആ ഒരു ഹൂപ്പ് പോലത്തെ സാധനവും ഇതെല്ലാം ഇന്ന് നമുക്ക് ഒരു സ്മരണയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്നാൽ ഒരുപാട് മോഡേൺ സൗകര്യങ്ങളും നമ്മുടെ വീട്ടില് അല്ലെങ്കിൽ അടുക്കള കൈകാര്യം ചെയ്യുന്നവരുടെ ആയാസം കുറയ്ക്കുന്ന ഒരുപാട് സംവിധാനങ്ങൾ നമുക്കിന്നുണ്ട്. ഇപ്പൊ ഈ എന്താ ഉരലിനൊക്കെ ഗ്രൈൻഡർ ഉണ്ട്. ഇങ്ങനെ എല്ലാത്തിനും പകരമുള്ള മെഷീൻസ് നമ്മുടെ വീടുകളിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും അങ്ങനെ നമ്മുടെ പണി കുറയുകയാണ്. അതിനനുസരിച്ച് തന്നെ അടുക്കളയുടെ ശുചിത്വവും ഇത്തരം കാര്യങ്ങളും എല്ലാം നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ഓർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. വീണ്ടും അടുത്ത എപ്പിസോഡിലൂടെ കാണും വരെ ഇവർക്കും നന്ദി, നമസ്കാരം.